എല്ലാ പ്രേക്ഷകർക്കും കൊച്ചിൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ പെരുന്നാൾ രാവിൻ്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊച്ചങ്ങാടി അമ്മായിമുക്കിലെ മൈലാഞ്ചി രാവ്. ഏകദേശം 55 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ആഘോഷത്തിന്. പുരാതനമായ ചെമ്പിട്ടപ്പള്ളി മുതൽ ചുള്ളിക്കൽ റീച്ച് വരെയുള്ള 1 കിലോമീറ്റർ ദൂരം. ഇരുവശങ്ങളിലും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും എത്തുന്ന കരകൗശലാഭരണങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കച്ചവടക്കാർ, കൂടാതെ വൈവിധ്യമാർന്ന ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്നവർ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുമിച്ചുകൂടി കടകളിൽ നിന്ന് അവർക്കാവശ്യമുള്ള ആഭരണങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങി ഭക്ഷണപാനീയങ്ങൾ ആസ്വദിച്ച് കഴിച്ച് മൈലാഞ്ചി രാവിൻ്റെ വീഥികളിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥർ ഇവിടെ എത്തി ഈ മൈലാഞ്ചി രാവിൽ പങ്കുചേരുന്നു. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് അഞ്ചരമുറിപ്പറമ്പ് എന്നാണ്. മട്ടാഞ്ചേരിയിൽ നിന്നും വന്ന് താമസമാക്കിയ, സ്വയം അമ്മായി എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ പേരിൽ നിന്നുമാണ് അഞ്ചരമുറിപ്പറമ്പ് അമ്മായിമുക്ക് ആയി മാറിയത്. അമ്മായിമുക്കിലെ മൈലാഞ്ചി രാവിൻ്റെ തുടക്കം 2 കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ചാണ്. ആദ്യ വർഷം കച്ചവടം തകൃതിയായി നടന്നെങ്കിലും ആ ഭാഗത്തെ ചില സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും ദുഷ്പ്രവൃത്തികൾ കാരണം വൻ നഷ്ടത്തിലാണ് അന്ന് ആ കച്ചവടം അവസാനിച്ചത്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പിച്ച് മടങ്ങാനൊരുങ്ങിയ കച്ചവടക്കാർക്ക് അടുത്ത വർഷം മുതൽ എല്ലാവിധ സംരക്ഷണങ്ങളും സഹായങ്ങളും ഉറപ്പുകൊടുത്ത് കൂടെ നിന്നത് കൊച്ചങ്ങാടിയിലെ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരായ KH ഖാലിദും, കാസിംബായി, കോയ, PJ അബ്ദു, ഔലക്കുട്ടി ബാവ, അസീസ് നൈന എന്നിങ്ങനെയുള്ളവർ. പിന്നെ സംഭവിച്ചത് അമ്മായിമുക്കിലെ മൈലാഞ്ചി രാവിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്കുള്ള മാറ്റം. 1998 മുതൽ കൂടുതൽ അലങ്കാരങ്ങളും ലൈറ്റ് സജ്ജീകരണങ്ങളുമായി അമ്മായിമുക്ക് പുതിയ രൂപത്തിലേക്ക് മാറി. ഇതിന് ചുക്കാൻ പിടിച്ചത് കൊച്ചങ്ങാടിയിലെ NMCT എന്ന സംഘടന. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കൊച്ചങ്ങാടിയിലെ കുപ്രസിദ്ധിയാർജിച്ച ലഹരി മാഫിയക്കെതിരെ പോരാടി അവരുടെ കൈകളാൽ കൊല്ലപ്പെട്ട നൌഷാദിൻ്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച സംഘടനയാണ് NMCT. മൈലാഞ്ചി രാവിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഇന്നും NMCT അവരുടേതായ പങ്ക് നിർവഹിക്കുന്നു. പെരുന്നാൾ രാവിൻ്റെ സമയത്ത് അത്യപൂർവമായ തിരക്കാണെങ്കിലും പ്രദേശത്തെ നാട്ടുകാരുടെയും പോലീസുകാരുടെയും കൃത്യമായ ഇടപെടലുകൾ കാരണം അനിഷ്ട സംഭവങ്ങൾ നന്നേ കുറവാണ് ഈ മൈലാഞ്ചി രാവ്. കൊച്ചിയിലെ മനോഹരമായ അമ്മായിമുക്കിലെ ഈ മൈലാഞ്ചി രാവ് വരും വർഷങ്ങളിൽ കൂടുതൽ ആകർഷകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ കൊച്ചിൻ വൈബ്സ്.